എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാനേ ഗൾഫ് ജീവിതത്തിനെ കുറിച്ചാണ് പറയാൻ പോണത്. ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ പോയത് 1973 കേട്ടോ. അപ്പോൾ നമ്മൾ പോകുമ്പോൾ മനസ്സിലത്തെ ആഗ്രഹം എന്താണെന്നറിയോ? ഇഷ്ടം പോലെ കാശുണ്ടാക്കാം, കടങ്ങൾ വേഗം വീട്ടാം, ഒരുപാട് സ്വർണ്ണങ്ങൾ മേടിക്കാം, ഇതൊക്കെയാണ് മനസ്സിലെ ആഗ്രഹം. പക്ഷേ എല്ലാവർക്കും ആ സമയത്ത് ഗൾഫിൽ പോകാൻ ഭയങ്കര പേടിയാണ്. ഞാൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നി പോകണം എന്ന്. അങ്ങനെ തോന്നി. 4 മക്കളാണ്, എല്ലാം കൊണ്ടും കഷ്ടത്തിൽ ജീവിക്കണേ. പോകണമെന്ന് തോന്നി. അങ്ങനെ അടുത്തുള്ളൊരു ചെറുക്കൻ എങ്ങനെ പാസ്പോർട്ട് എടുക്കാമെന്ന് പറഞ്ഞു തന്നു. പാസ്പോർട്ട് എടുത്തു, കിട്ടി. അപ്പോൾ പാസ്പോർട്ടുള്ളവരെ അന്വേഷിച്ചിട്ട് ഓരോരുത്തർ വരും കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വാടാനപ്പള്ളിയിൽ ആർക്കേക്കാരെന്ന് പറയും, മുസ്ലിം. അപ്പോൾ അവരുടെ അവിടെ നിന്ന് അന്വേഷിച്ച് വന്നിട്ട് എന്നോട് ചോദിച്ചു, പാസ്പോർട്ട് ഉണ്ടോ, അങ്ങനെ ഗൾഫിൽ പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പോവായിരുന്നു, പൈസ ഇല്ല, അത് സാറില്ല, വിസയ്ക്ക് കാശ് വേണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ശരിയെന്നും പറഞ്ഞ് പിറ്റേ ദിവസം ഞാനും എൻ്റെ ഭർത്താവും കൂടെ അവരുടെ വീട്ടിൽ പോയി. അവരുടെ വീട്ടിൽ ചെന്നിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ ശരി, ബോംബെയിൽ നിന്നാണ് അന്ന് പോവുക, എന്നാൽ ശരിയെന്നും പറഞ്ഞ് ബോംബെയിൽ നിന്ന് ഞാനും ഭർത്താവും കൂടി ബോംബെക്ക് വണ്ടി കയറി അവിടെ ചെന്ന് ബോംബെയിൽ ചെന്നു. അക്ബർ ട്രാവൽസാണ്. അക്ബർ ട്രാവൽസിൽ ചെന്ന് അവിടെ തന്നെ റൂം എടുത്തു. ഞങ്ങൾ താമസിച്ച പൈസ കടം മേടിച്ച് പോയിരിക്കണം കേട്ടോ. അവിടെ ചെന്ന് താമസിച്ചപ്പോൾ മെഡിക്കൽ അവിടെ തന്നെ എടുക്കുക. അപ്പോൾ 3-4 മെഡിക്കൽ എടുത്തപ്പോഴാണ് മെഡിക്കലൊന്ന് ഫിറ്റായി. അപ്പോൾ ഒരു മാസം അവിടെ നിൽക്കേണ്ടി വന്നു. എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഒരു ചൊവ്വാഴ്ചയാണ് ടിക്കറ്റ്. അങ്ങനെ ടിക്കറ്റായി അങ്ങനെ കയറി അവിടെ ചെന്നു. ഖത്തറിലാണ് ആദ്യമായിട്ട് പോയത് കേട്ടോ. ഖത്തറിൽ ചെന്ന് ഇറങ്ങിയപ്പോഴേ ലൈറ്റും വെട്ടവും വെളിച്ചം വീടുകളെല്ലാം കണ്ടപ്പോൾ എനിക്ക് കണ്ടപ്പോൾ സന്തോഷമായി. അപ്പോഴും മനസ്സിലെന്താ, ഇഷ്ടം പോലെ പണം ഉണ്ടാക്കാം, കടങ്ങൾ വിട്ട, ഇതൊക്കെയാണ് മനസ്സിലിട്ടാ. ചെന്ന് കഴിഞ്ഞു, ദൈവമേ. ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ആർക്കേക്കാരുടെ വീട്ടിലാണ് ചെന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കുറച്ച് നേരം ഇരുന്നു. പിന്നെ എൻ്റെ സ്പോൺസർ അറബിയാണ്. അറബിയുടെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്കാണ് എന്നെ കൊണ്ടുപോയത്. എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കി, അറബിയുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ കൊണ്ടാക്കി. അവൻ പോലീസുകാരനാണ്. അവിടെ ചെന്നു എനിക്ക് അവിടുത്തെ ഭക്ഷണവും പറ്റണില്ല, കുട്ടികളെ നോക്കണം, അങ്ങോട്ട് നമ്മൾ ഗൾഫിൽ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞ് 20 വർഷത്തെ കഥകൾ എനിക്ക് പറയാനുണ്ട്. ഞാൻ അനുഭവിച്ചത് ഈ ഗൾഫിൽ പോയി ഒരൊറ്റ ആൾ അനുഭവിച്ചിട്ടില്ല, അതുപോലെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ എനിക്ക് കുറേ കഥകൾ പറയാനുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് അടുത്ത നാളെ ശരി, ഓക്കെ. അപ്പോൾ എനിക്ക് ലൈക്ക് അടിക്കണേ. എൻ്റെ കഥകൾ വേണ്ടതുണ്ട് കേട്ടോ പറയാനായിട്ട്. ഒരുപാട് കഥകളുണ്ട്. ഗൾഫിൽ പോയി അനുഭവിച്ച കഥകൾ മുഴുവനും ഞാൻ പറയാട്ടാ. ഇന്നും ആൾക്കാർ അവിടെ പോയി കഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എത്രയോ ഓരോരുത്തർ വീടിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. ഇനി അടുത്ത ഇതിൽ പറയാട്ടാ, ഓക്കെ.